സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഗസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായും പിന്മാറണമെന്ന് ഹമാസ് ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ഗൗരവപൂർണമായ ചർച്ചകളാണ് നടന്നതെന്ന് ഹമാസ് നേതാവ് ഖലീൽ അൽ ഖയ പറയുന്നു. ഇസ്രയേൽ ഹമാസ് ചർച്ചകൾ ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖ് റിസോർട്ടിൽ അത് 3-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. വളരെ ഗൗരവപൂർണവും അതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകളാണ് നടത്തുന്നതെന്ന് ഹമാസ് നേതാവ് ഖലീൽ അൽ ഖയ്യ പറയുകയുണ്ടായി. ഇവർ പറയുന്നത് ഇസ്രയേലുമായിട്ട് മുൻകാല വെടിനിർത്തൽ അനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള റിയൽ ഗ്യാരണ്ടീസ് വേണമെന്നാണ് ഖലീൽ അൽ ഖയ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഖത്താരി പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ ഥാനിയും അതുപോലെ അമേരിക്കയുടെ പ്രതിനിധികളും അതുപോലെ തന്നെ ഈ 20 പോയിന്റ് പീസ് പാക്കേജ് അതിന്റെ ഈ കരട് രൂപമൊക്കെ തയ്യാറാക്കാനും മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും ഒക്കെ ശ്രമിച്ച സ്റ്റീവ് വിറ്റ്കോഫും ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാർഡ് കുഷ്ണറും കൂടെ ഈ ചർച്ചകളുടെ ഭാഗമാകുവാൻ ഈജിപ്തിലേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലൊരു തീരുമാനം ആയിട്ടേ മടങ്ങി വരൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇവർ പോയിരിക്കുന്നത്. അതേസമയം ഇന്ന് വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ കണ്ടത്. ഗസയിൽ കാര്യങ്ങളൊക്കെ കരക്കടുപ്പിക്കുവാൻ ഒരു റിയൽ ചാൻസ് ഉണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. ഗസയിൽ മാത്രമല്ല പശ്ചിമേഷ്യയിൽ മുഴുവൻ സമാധാനത്തിനായി ഇപ്പോഴത്തെ ഈ ചർച്ചകൾ വഴി തുറക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇന്ന് ഹമാസ് ഉൾപ്പെടെയുള്ള പാലസ്തീൻ ഗ്രൂപ്പുകളുടെ ഒരു സംയുക്ത പ്രസ്താവന ഇന്നലെ ഈ രാവിലെ മുതൽ തന്നെ ഇത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് പാലസ്തീൻ ജനത അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് പറയുവാൻ ആർക്കും അവകാശമില്ല എന്നാണ് ഇതിലെ ഈ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. SK